നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശാസ്ത്ര ക്വിസാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ. ചോദ്യം 1. കപ്പലുകളുടെ വേഗത സാധാരണ പ്രസ്താവിക്കുന്നത് നോട്ടിക്കൽ മൈലിലാണ്. ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്ററാണ്? ഉത്തരം 1852 മീറ്റർ. ചോദ്യം 2. ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയ ആദ്യ വിള ഏത്? ഉത്തരം പരുത്തി. 3. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന CFC പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏത്? ഉത്തരം ഫിൻലാൻഡ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1972. അടുത്ത ചോദ്യം. കേരളത്തിൽ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പേര് ഒരു അപൂർവ ഇനം വൃക്ഷത്തിൻ്റേതും കൂടിയാണ്. ഏതാണ് ആ വൃക്ഷം? ഉത്തരം ചെന്തുരുണി. അടുത്തത്. ഓറിയോസ്കോപ്പ് ഏത് അവയവത്തിൻ്റെ തകരാറ് കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണ്? ഓറിയോസ്കോപ്പ് ഏത് അവയവത്തിൻ്റെ തകരാറ് കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണ്? ഉത്തരം ചെവി. അടുത്ത ചോദ്യം നോക്കാം. എല്ലാവരുടെയും പ്രയോജനത്തിനു വേണ്ടി, ഫോർ ബെനഫിറ്റ്സ് ടു ഓൾ, ഇത് ഏത് ബഹിരാകാശ ഗവേഷണ ഏജൻസിയുടെ മുദ്രാവാക്യമാണ്? ഉത്തരം നാസ. അടുത്തത്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഉത്തരം എലിപ്പനി. അടുത്ത ചോദ്യം. പ്രകാശം ഉപയോഗിച്ചുള്ള വയർലെസ് സാങ്കേതികവിദ്യ ഏത്? LIFI. അടുത്ത ചോദ്യം നോക്കാം. തേയിലയിൽ അടങ്ങിയ ആസിഡ് ഏത്? ഉത്തരം ടാനിക് ആസിഡ്. അടുത്ത ചോദ്യം. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി ഏത്? ഉത്തരം ജിറാഫ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏത്? ഉത്തരം മഗ്നീഷ്യം. അടുത്ത ചോദ്യം. അൾസിമേഴ്സ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം തലച്ചോറ്. അടുത്ത ചോദ്യം. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പ്ലേഗ് ആണല്ലേ. എങ്കിൽ ചോദ്യം ഇങ്ങനെയാണ്. വൈറ്റ് ഡെത്ത് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? വൈറ്റ് ഡെത്ത് ക്ഷയമാണ്. ഉത്തരം ക്ഷയം. അടുത്ത ചോദ്യം നോക്കാം. ഡ്രൈ ഹൈഡ്രജൻ ഓക്സൈഡ് നമുക്ക് സുപരിചിതമായ ഒരു പദാർത്ഥത്തിൻ്റെ രാസനാമമാണിത്. ഏതാണ് ആ പദാർത്ഥം? ഉത്തരം ജലം. അടുത്ത ചോദ്യം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏത്? ഉത്തരം പ്ലാറ്റിനം. അടുത്ത ചോദ്യം. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏത്? ഉത്തരം ഹൈഡ്രോമീറ്റർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.